ബാലമാമേ, ബാലമാമേ. അയ്യോ അച്ഛാ, അച്ഛാ. ബാലമാമേ, കണ്ണു തുറക്ക് ബാലമാമേ. അച്ഛാ, അച്ഛാ, അച്ഛാ കണ്ണു തുറക്കച്ച. അച്ഛാ, ബാലമാമേ. അച്ഛാ, അച്ഛാ. ബാലമാമേ, കണ്ണു തുറക്ക് ബാലമാമേ. ഒന്ന് ഞാനെങ്ങനെ ഇവിടെ വന്നു? ഇവിടെ നിൽക്കുന്ന നീച ജന്മങ്ങളുടെ ചതിയാണ് അച്ഛാ. ബാലമാമേ, എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നു, ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? അച്ഛന് ആരോ ഇഞ്ചക്ഷൻ നൽകി ബോധം കെടുത്തി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുമായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. ബാലമാമനെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വിടരുതായിരുന്നു. എന്നോട് ക്ഷമിക്കും ബാലമാമ. മോൾ എന്ത് ചെയ്തിട്ടാ? നീ എന്നോട് പോണ്ടെന്നല്ലേ പറഞ്ഞത്? അത് കേൾക്കാതെ പോയത് ഞാനല്ലേ? എല്ലാം ഇവളുടെ പണിയാണച്ചാ. അങ്കിളിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. എനിക്ക് സന്തോഷായി. അങ്കിളിനെ കാണാതെ ഞാനും ആന്റിയും അരവിന്ദും ഒക്കെ വലിയ വിഷമത്തിലായിരുന്നു. പക്ഷേ എന്നെ പഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആകാശം ചാരും ഒക്കെ. പഴിയോ? നീയല്ലേ ഇത് ചെയ്തത്? ആകാശേ, നാട്ടിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് അത് നമ്മള് ന്യൂസിൽ കാണാറുള്ളതല്ലേ. ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ ഉപദ്രവിച്ച് പണം കവർന്നു എന്നൊക്കെ. അതുപോലെ അങ്കിളി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞ് ആരോ ഇത് ചെയ്തിട്ടുണ്ടാവും. അതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കൊള്ളാം മേഡം ശ്രേയ. അച്ഛൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞ് വീട്ടിൽ നിന്നും പണം കവർന്ന് അവിടെ കെട്ടിയിടാതെ ഇവിടെ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. കൊള്ളാം, മേഡത്തിന്റെ വേർഷം കൊള്ളാം. നിന്റെ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോ എനിക്കിപ്പോ സംശയം നിന്നെ. അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ പോയിട്ട് മയക്കുമരുന്ന് കൊടുത്ത് ബോധം കെടുത്തി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. അങ്കിള് താലിയെടുത്ത് തന്ന് ഈ കല്യാണം നടക്കരുതെന്ന് മനസ്സിൽ വെച്ച നീ ഇത് ചെയ്തത്. അക്കുച്ചേട്ടാ, ഒരു മിനിറ്റ് എനിക്ക് സമയം താ. മാഡം ശ്രേയ, ബാലമാമൻ താലിയെടുത്ത് അരവിന്ദേട്ടന് കൊടുത്ത് അത് നിന്റെ കഴുത്തിൽ കെട്ടിയാ മാത്രേ ആയിരപ്പറയിലേക്ക് കാലെടുത്ത് വയ്ക്കൂന്ന് വാശിയോടെ നീ പറഞ്ഞപ്പോ എനിക്കിഷ്ടല്ലായിരുന്നിട്ടും നിന്റെ ധൈര്യവും ആത്മവിശ്വാസവും കണ്ട് ബഹുമാനം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോ ലോകത്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണും ചെയ്യാത്ത വൃത്തികെട്ട തരം താണ പ്രവൃത്തി ചെയ്തു വെച്ചിട്ട് അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോ? അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടത് ആരാണെന്ന് കണ്ടുപിടിച്ചോളാം. അക്കുച്ചേട്ടാ വാ, നമുക്ക് പോവാം. അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിച്ചേ തീരൂ. ഞാൻ താലിയെടുത്ത് തരണമല്ലോ, നടക്കില്ല. അത് ഈ ജന്മത്തിലെന്നല്ല, ഇനി ഒരു ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല.
വാ മക്കളെ.